ഇന്നലെ വൈകിട്ട് നല്ല അടിപൊളി ചീനി കിട്ടിയപ്പോഴത്തേക്ക് പെട്ടെന്നൊരു മോഹം തോന്നിയേ. എന്തായാലും നാളെ ഞായറാഴ്ച, അപ്പൊ പിന്നെ നല്ല അടിപൊളി ചാളക്കറിയും ചാള വറുത്തത് ഈ ചീനിയും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചാലോ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ട് അഞ്ചാലമൂട് ചന്തയിലോട്ട്. അവിടെ ചെന്നപ്പോഴും ഇത്രയും ദാരിദ്ര്യം പിടിച്ച ചാള ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് പട്ടിണി കിടന്ന ചാള കേട്ടോ. അവസാനം മുഴുത്ത ചാള വാങ്ങിക്കാൻ വേണ്ടി പോയ ഞങ്ങള് ചീലാവും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് സ്മൃതി അടങ്ങി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികൾ കഴിഞ്ഞ് നേരെ മീൻ എടുത്തോണ്ട് ഞാൻ അങ്ങ് വെള്ളോട്ടിറങ്ങി. അങ്ങനെ മീനൊക്കെ കണ്ടിച്ച് കയറി ആവശ്യത്തിനുള്ള മീനെടുത്ത് കറിയും വെക്കാൻ വെച്ചു. 2-3 കഷ്ണം വറുക്കാനും എടുത്തിട്ട് പിന്നെ കുറച്ച് ചൂട ഇരിപ്പുണ്ടായിരുന്നു, അതും എടുത്തങ്ങ് വറുക്കാൻ വെച്ച്. പീരിയുടെ സ്പെഷ്യൽ കുഞ്ഞുമീൻ ഫ്രൈ ആയി. അങ്ങനെ മീനിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ചീനി എടുത്ത് അത് അരിഞ്ഞു വാരി നല്ല രീതിയിൽ കഴുകി അത് മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് നല്ല രീതിയിൽ അങ്ങ് ഉടച്ചു വെച്ച് നല്ല പുട്ടുപോലെ വേവുന്ന ചീനിയായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് ചൂട് ചോറ്, നല്ല വെന്തുടങ്ങിയ ചീനിയും മീൻ വറുത്ത് നല്ല കൊടമ്പുളി ഇട്ട് വെറ്റിച്ച് ചീലാവ് കറിയും കുറച്ച് ചൂട വറുത്തതും നല്ല അടിപൊളി പുളിയുള്ള സലാഡും കൂട്ടി ഞങ്ങൾ നല്ലൊരു പിടി പിടിച്ചു കേട്ടോ. അങ്ങനെ ചീനിയും ചാളക്കറിയും തിന്നാനുള്ള മോഹം ഞങ്ങൾ ചീനിയും ചീലാവ് കറിയും തിന്നങ്ങ് കടിച്ചമർത്തി ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.